സ്റ്റാലിൻ്റെ അണ്ണാക്കിൽ വിസിലൂതി വിജയ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ന്യൂസ് 18 കേരള തന്നെ ഇട്ടിട്ടുള്ള തമ്മിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറയാമല്ല, ഈ മനുഷ്യൻ ഇലക്ഷൻ ജയിക്കരുതായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അത് വേറൊന്നും വെച്ചിട്ടല്ല, ഈ മനുഷ്യൻ്റെ രാഷ്ട്രീയ നിലപാടോ താല്പര്യങ്ങളോ അതൊന്നും വെച്ചിട്ടല്ല. എനിക്ക് ലിയോ 2 അഭിനയിച്ച് കാണണമെന്നുള്ളത് കൊണ്ടും ഇദ്ദേഹം അഭിനയം നിർത്തരുതെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. അതായത് എൻ്റെ മനസ്സിൽ ഇദ്ദേഹം CM ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സിനിമ അഭിനയിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തോട്ടിലാണ് ഞാൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നത് വെച്ചത്, ജയിക്കല്ലേ എന്നുള്ളത്. കാരണം അപ്പോൾ എന്തായാലും രാഷ്ട്രീയ ഭാവി ഇല്ലയെന്ന് തോന്നിയിട്ട് തിരിച്ച് സിനിമയിലേക്ക് വരുമല്ലോ. അങ്ങനെ നമുക്ക് ലിയോ 2 കിട്ടും, അതുപോലെ തന്നെ റോളക്സ് വരും, അങ്ങനെ LCUവിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷെ എന്തായാലും ചരിത്രം തിരുത്തെഴുതിയിരിക്കുകയാണ്. മച്ചാൻ സ്റ്റാലിൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി ലെവലിൽ തൂക്കിയടി മലത്തിയടി എന്നുള്ള സ്കീമിലാണ് ഇപ്പം വിജയ് CM ആകുമ്പോൾ. വെറും 2 കൊല്ലം പഴക്കമുള്ള TVK പാർട്ടി ജയിച്ച് വൻ മുൻതൂക്കത്തോടെ തൂക്കി മലത്തടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഈ ജനനായകൻ എന്നുള്ള സിനിമ ബാൻ ചെയ്തതിൻ്റെ അമർഷം ഇതിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല എന്നുള്ള സ്കീമിൽ വന്നപ്പോഴേക്കും എനിക്ക് കുറേ ആൾക്കാർക്ക് അതിനോട് കടുത്ത എതിർപ്പും തോന്നിയിട്ട് വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും കയറി വിജയന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോമൺ പീപ്പിൾ. അതും എസ്പെഷ്യലി തമിഴ്നാട്ടിലുള്ളവർ. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങളെ ദൈവങ്ങളെ പോലെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് പിടിച്ചില്ല. ആരും ആയിക്കോട്ടെ, സ്റ്റാലിനും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ എടുത്ത നിലപാട് ഇവർക്ക് പിടിച്ചില്ല എന്നുണ്ട് നാട്ടുകാർക്ക്. അതുകൊണ്ട് നാട്ടുകാർ തൂക്കി അടിച്ച് ഞങ്ങളുടെ മുകളിൽ നിങ്ങളൊന്നും തലയിൽ ഇട്ട് ഡാൻസ് കളിക്കേണ്ട എന്നുള്ള സ്കീമിലാണെന്നുകൊണ്ട് എന്തായാലും വിജയ് ജയിപ്പിച്ചത്. എൻ്റെ പൊന്ന് CM വിജയ് ലോഡിങ്. ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ ഇത്രേ ഉള്ളൂ, CM എന്ത് വേണം ആയിക്കോട്ടെ, പ്രധാനമന്ത്രി എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ദയവ് സിനിമ അഭിനയം നിർത്തരുത്. ആ LCU ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുക, ലിയോ 2 എടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് LCU ഒന്ന് കംപ്ലീറ്റ് ചെയ്യടേ. അതെങ്കിലും ആ പാവൻ ലോകേഷ് നിങ്ങളെ വിശ്വസിച്ച് എത്ര നാളിരുന്നേ ചേച്ചി. ഇനിയിപ്പോൾ CM ആയില്ലേ, ആഗ്രഹം നടന്നില്ലേ, ഇനി അഭിനയിക്കുക. CMൽ ഇരുന്നുകൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും റൂൾ ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. MGRും CM ആയതിനു ശേഷം അഭിനയിച്ചിട്ടില്ലേ? എനിക്കറിയില്ല. എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. CMൻ്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് സിനിമ അഭിനയിക്കാൻ പാടില്ലേ? അപ്പോൾ എനിക്കറിയാൻ പാടില്ല. എന്തായാലും എൻ്റെ ആഗ്രഹം പുള്ളി സിനിമയെ തുടരണമെന്നുള്ളതാണ്. കാരണം എനിക്ക് പുള്ളിയുടെ ഡാൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനാണെങ്കിൽ പോലും എപ്പോഴും എനിക്ക് അങ്ങനെ പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. എനിക്ക് കുറേ സിനിമകൾ ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഡാൻസറാണ്, ഏറ്റവും മികച്ച അഭിനേതാവാണെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് പുള്ളിയുടെ ചില പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പോക്കിരി അമ്മാരി ഇഷ്ടമുള്ള പടമാണ്, സച്ചിൻ ഇഷ്ടമുള്ള പടമാണ്. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. തിരുപ്പാച്ചി, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പടം. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, രസം ആയിരിക്കും എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു നടനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ സ്നേഹിയെ സംഭവിച്ച് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പുള്ളി ജയിക്കല്ലേ എന്ന് വിചാരിക്കുക. അല്ലാതെ പുള്ളിയുടെ TVK എന്നുള്ള പാർട്ടി ജയിക്കരുതെന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ നിലപാടുകൾ ജയിക്കുന്ന അതൊന്നല്ല. എനിക്ക് നടനെ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി ഒരു കിടിലൻ എൻ്റർടൈനർ, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആസ് എ ഡാൻസറൊക്കെ പുള്ളി അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് അത് നഷ്ടപ്പെടരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാളത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ ജനങ്ങൾ മാസട്ട ഒന്നും പറയാനില്ല. അത് ന്യൂസ് 18കാരാണെങ്കിൽ അമ്മാതിരി തമ്മിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മൊത്തം ന്യൂസ് 18ൻ്റെ തമ്മിൽസാണ്. ഇത് കണ്ട തമിഴകത്ത് തലപതി വരുത്തനം, ഏതോ പ്രോ ലെവൽ വിജയ് ഫാനാണ് എന്തായാലും ഈ തമ്മിൽ ഉണ്ടായിരിക്കണം. അത് കാണാനുണ്ട്. മാസ്റ്റർ സ്ട്രോക്ക് CM ലോഡിങ്, ജോസഫ് വിജയ് ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്നൊക്കെ പറയുക വെച്ചിട്ട് കിണ്ണം കഴിച്ച് സാധനം സെറ്റ് ചെയ്ത് നിൽക്കുക. സ്റ്റാലിൻ്റെ അണ്ണാക്കിൽ വിസിലൂതി വിജയ് ഒന്നും തോന്നരുത്. അത് കണ്ടപ്പോൾ ചിരി വന്നിട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും സംഭവം സെറ്റ് ചെയ്ത് ഇപ്പോൾ എന്താ തോന്നട്ടെ. സ്റ്റാലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഉദ്ദേശമാണെന്ന് അറിയില്ല. ഇങ്ങനെ എന്തോ കാണിച്ചോണ്ട് ഇപ്പോൾ ആരുടെ വിസിൽ ഊതിയതും ഇങ്ങനെ കാണിച്ചതും. എൻ്റെ പൊന്നോ, എന്ത് സീനാണല്ലേ, വിശ്വസിക്കാൻ പറ്റുള്ള എനിക്ക്. അതായത് സംഭവം എന്തായാലും ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ പറയാതിരിക്കാൻ വയ്യ. രജനീകാന്തിനെ കൊണ്ടോ അല്ലെങ്കിൽ കമലഹാസനെ കൊണ്ടോ പോലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം പുള്ളി എടുത്തിരിക്കണത്. MGRന് ശേഷം സമ്മതിച്ചിട്ട് അത് രോമാഞ്ചം സംഭവം തന്നെയാണ്. കിടിലം, ഒന്നും പറയാനില്ല. എന്തായാലും
ഫസ്റ്റ് സാധനം എൻ്റെ അഭിപ്രായത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫസ്റ്റ് സാധനം സ്വന്തം പടം അങ്ങോട്ട് ഇറക്കി വിടുക. ബാനാക്കിയ പടം അൺബാൻ ചെയ്ത് നേരെ കൊണ്ടുപോയിട്ട് ഇറക്കി വിടുക. മോനെ അതിന് വലിയ മാസമൊന്നും കാണിക്കാനില്ല, വേറെ സീനായിരിക്കും അത്. ആ പടം എങ്ങനെ വേണോ ആവട്ടെ, എന്ത് സാധനം, ആ പടം എന്ത് വലിയ അപരാധമായ മാറിയപ്പോലും അതൊന്നും ഒരു വിഷയമല്ല. ആ പടം ഇറക്കണതാണ് ഫസ്റ്റ് CM ആയിട്ട് ഫസ്റ്റ് ഉത്തരവ്. മോനെ അത് വിഷയമായിരിക്കും. അതാണെങ്കിൽ വേറെ ലെവല് മാസ്ക വാപ്പ് സീനായിരിക്കും. അത് ചെയ്യും കേട്ടോ പുള്ളിയുടെ ലെവൽ വെച്ച് പുള്ളി മിക്കവാറും അത് ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെവി സാധനം, അതായത് 1 രൂപക്ക് അരി കൊടുക്കുന്ന പരിപാടി, എന്ത് കിണ്ണം കാച്ചി സാധനം. നോട്ട് ദ പോയിന്റ്. വിജയ് ഫാൻസ്, TVK ടീം, ടേക്ക് നോട്ട്സ്. ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഇരിക്കുമോ, ചെയ്തോ, എക്സിക്യൂട്ട് ചെയ്തോ, വേറെ ലെവലേ ഇരിക്കും അത്. അയ്യോ, ഞാൻ എൻ്റെ ചാനൽ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല. പക്ഷേ ഇത് മാസടേ, ഇത് ഞാൻ രാഷ്ട്രീയപരമായിട്ടും അല്ല എടുക്കുന്നത്. ഞാൻ ഇത് എടുക്കുന്നത് ഒരു നടൻ എത്രത്തോളം ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു CM ആയി മാറി എന്നുള്ളത്. അത് വേറെ ലെവല് സീൻ കേട്ടോ, ഒന്നും പറയാനില്ല. എന്തായാലും അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടത്, പെരുത്ത് ഇഷ്ടമായി, പൊളി സാധനം. ഇനി എന്താണ് പുള്ളി ചെയ്യാൻ പോകണമെന്നുള്ളതാണ്, എങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും പുള്ളി എന്നൊക്കെയുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും പൊളി, ഇത് പൊളിച്ച്, ഇത് മാസ് തന്നെയാണ്, റിയൽ ലൈഫ് മാസ് തന്നെയാണ്. എന്തായാലും എലക്ഷൻ അത് നിസാര സെറ്റപ്പില്ല, തൂക്കി അടിച്ച് മഴത്തി സീൻ. എന്തായാലും വെരുത്തനം ഫാൻസിന് ഇനി 6 മാസം. പിന്നെ മറ്റേ സാധനം ചെയ്യണം കേട്ടോ, മറ്റേ വെളുപ്പിന് ഷോ ഒക്കെ ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, 10 മണിക്ക് തൊട്ടേ ഷോ, അതൊക്കെ മാറ്റണം. 4 മണിക്ക് ഷോ ഇറക്കണ സെറ്റപ്പ് കൊണ്ടുവരണം. അതൊക്കെ മറ്റേ എന്താ പറയുക, ഉത്തരവിട്ടിട്ട് സിഗ്നേച്ചർ വിജയ്. മോനെ സീനായിരിക്കും കേട്ടോ. ഞാൻ വെറുതെ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളി കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. പേട്ട എന്നാണ് നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് ഇതുപോലെ ഒരു നടൻ മുഖ്യമന്ത്രി ആവുന്നേ. എന്നിട്ട് മറ്റേ ഇതൊക്കെ ചെയ്യണം. ഫസ്റ്റ് ഉത്തരവ് 200 രൂപ മുകളിൽ ടിക്കറ്റ് പ്രൈസ് പാടില്ല. മറ്റേ ആദ്യത്തെ 5 റോ 20 രൂപ. എന്ത് രസമായിരിക്കും പറയാം. PLFകൾ മാക്സിമം ടിക്കറ്റ് പ്രൈസ് 350 രൂപ, അതിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല. ഹാപ്പി. എനിക്ക് എന്താ പറയുക, എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അതുപോലെ എല്ലാ റോഡും സെറ്റപ്പ് ആക്കണം. ടോള് പിരിക്കുന്നതും പിരിക്കാത്തതുമായിട്ട് എല്ലാ റോഡും കിഡിലിനായിട്ട് ടാർ ചെയ്ത് സെറ്റപ്പ് ആക്കണം. മറ്റേ ബാംഗ്ലൂരും ഹൈദരാബാദും ഡൽഹിയിലേക്കുള്ള റോഡ് പോലെ കിഡിലും റോഡുകൾ. അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് എന്നാണ് ഇങ്ങനെ കഴിഞ്ഞത്. എന്തായാലും ശരി, എനിക്കിതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു നടൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആര് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയാനൊരാഗ്രഹം. ശരി, ഇപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തരുന്നു. ബൈ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വിജയ്, കൺഗ്രാജുലേഷൻസ്. എന്തായാലും ഒരു കിടിലം മുഖ്യമന്ത്രി ആയിട്ടെങ്കിലും എന്തായാലും വരുന്ന ഇത്രയും കൊല്ലം അറിയപ്പെടട്ടെ. നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും നിങ്ങളെ തിരഞ്ഞെടുത്ത ആൾക്കാരെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അടിപൊളി, സൂപ്പർ, വാഴ്ത്തുക്കൾ മുച്ച, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനി വാഴ്ത്തുക്കൾ CM എന്ന് പറയണമല്ലോ, എന്നാൽ കൊള്ളാം. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ എന്താണ് ഈ ജനനായകൻ എങ്ങനത്തെ പടം ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഇറക്കി വിട്. അതങ്ങനെ പോകട്ടെ. ഫസ്റ്റ് സാധനം അതാവട്ടെ. പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതൊരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞിട്ട് പോകും. പക്ഷേ പടം എന്തും ആയിക്കോട്ടെ, ഞാൻ പറയില്ലേ, പടം ഒരു പ്രോ ലെവൽ അപരാധം ആയിക്കോട്ടെ, വിഷയമില്ല, അതൊന്നും വിഷയമില്ല. അതിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പോട്ടെ. പക്ഷേ ആസ് എ CM തകർക്ക്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ.